ഹായ്, എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ശരീരത്തിൽ വളരെ വേഗത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കാരണമാണ് കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുന്നേ ഡെലിവറി നടക്കാൻ കാരണമാകുന്നത്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ തന്നെ നമുക്ക് ഗർഭകാലത്തെക്കുറിച്ചും ആ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഡെലിവറിയെക്കുറിച്ചുമൊക്കെ ഒരു ചെറിയ അറിവെങ്കിലും ഉണ്ടായിരിക്കണം. ഗർഭകാലത്തെ അറിവില്ലായ്മ കൊണ്ടും നമുക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കാരണവുമൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നത്. ഇത് ഡെലിവറിയെ ബാധിക്കുന്നു, അതുപോലെ കുഞ്ഞിനെയും അഫക്റ്റ് ചെയ്യുന്നു. പലർക്കും ശരീരത്തിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ പ്രീമച്ചർ ഡെലിവറി, അതായത് മാസം തികയാതെയുള്ള ഡെലിവറിക്ക് കാരണമാകുന്നു. കുഞ്ഞിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുന്നേ ഡെലിവറി നടക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രഗ്നൻസിയിലുണ്ടാകുന്ന BP ആണ്. നോർമലായിട്ട് BP നിൽക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ പ്രഗ്നൻസി സമയത്ത് നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് BP ഉണ്ട്, ഹൈ BPയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് പ്രീമച്ചർ ഡെലിവറി നടക്കാനൊരു കാരണമാണ്. പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ട് BP നോർമൽ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ്. പ്രഗ്നൻസിക്ക് മുമ്പ് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഗർഭകാലത്ത് ഡയറ്റിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറച്ച് മാത്രം കഴിക്കുക. പ്രഗ്നൻസി സമയത്ത് നോർമലായിട്ട് ജെസ്റ്റേഷൻ ഡയബറ്റീസ് വരാറുണ്ട്. അതും വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും പ്രീമച്ചർ ഡെലിവറിക്ക് കാരണമാകുന്നു. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻഫെക്ഷൻ, അതായത് UTI, യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ. ഗർഭകാലത്ത് യൂറിൻ ഇൻഫെക്ഷൻ ആയാലും വജൈനൽ ഇൻഫെക്ഷൻ ആയാലും കുഞ്ഞിനെ വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഡിപ്രഷനാണ്. അതായത് പ്രഗ്നൻസിയുടെ ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും നടക്കണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ഡിപ്രഷൻ വളരെ കൂടുതലായിട്ടുണ്ടാകും. അതുപോലെ ഹോർമോൺ ചേഞ്ചിൻ്റെ കാരണത്താലും ഈ ഒരു സമയത്ത് ഡിപ്രഷൻ കുറച്ച് കൂടുതലായിരിക്കും. ഗർഭകാലം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റേജാണ്. നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞ് വളരുന്ന ഒരു സമയമാണ്. അതിനാൽ തന്നെ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു, നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. കുഞ്ഞിൻ്റെ വളർച്ചയെ കാര്യമായിട്ട് ബാധിക്കുന്നത് കൊണ്ടാണ് ഗർഭകാലത്ത് വളരെ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗർഭകാലത്തുണ്ടാകുന്ന തൈറോയിഡാണ്. ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനുള്ള മെഡിസിൻ തരും, അത് നിങ്ങൾ കഴിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോർമലാണോ എന്നുള്ള കാര്യവും നമ്മൾ ഉറപ്പുവരുത്തണം. ആറാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹാരക്രമത്തിലുണ്ടാകുന്ന മാറ്റം കാരണം പെട്ടെന്ന് വെയിറ്റ് കൂടുകയോ വെയിറ്റ് കുറയുകയോ ചെയ്യുന്നതാണ്. ഇങ്ങനെ വളരെ പെട്ടെന്ന് വെയിറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതും പ്രീമച്ചർ ഡെലിവറിക്ക് കാരണമാകും. ഇതൊക്കെയാണ് ശരീരത്തിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ കാരണത്താലാണ് നമുക്ക് പ്രീമച്ചർ ഡെലിവറി നടക്കുന്നത്. ഇനി ഇതിന് പുറമെ മറ്റു ചില കാരണങ്ങൾ കൂടെയുണ്ട് പ്രീമച്ചർ ഡെലിവറി നടക്കാനായിട്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ചിലർ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ഒരുപാട് ഗ്യാപ്പ് എടുക്കാതെ വീണ്ടും പ്രഗ്നൻ്റ് ആകുന്നുണ്ട് എങ്കിലും അങ്ങനെയുള്ളവർക്ക് പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന് പുറമെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണെങ്കിൽ, അതായത് ട്വിൻസോ ട്രിപ്പിൾസോ ഒക്കെ ആണെങ്കിലും പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ചിലർക്ക് ജനറ്റിക് റീസൺ കാരണവും ഇങ്ങനെ പ്രീമച്ചർ ഡെലിവറി നടക്കാറുണ്ട്. ഈ ജനറ്റിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ വരുന്നതല്ല. ഇനി ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് പ്രീമച്ചർ ഡെലിവറി നടക്കുന്നത്. ഇനി പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള മാക്സിമം കാരണങ്ങളും നമ്മുടെ കൈകളിലാണ് ഉള്ളത്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നല്ല ഒരു ചേഞ്ച് കൊണ്ടുവരണം. പ്രത്യേകിച്ച് ആഹാരക്രമത്തിലും നമ്മുടെ ഡെയിലി ഉള്ള ആക്ടിവിറ്റീസിലും ഒക്കെ നല്ല രീതിയിൽ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻസി കാലം നമുക്ക് സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. അത് പ്രീമച്ചർ ഡെലിവറി തടയാനും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. പ്രഗ്നൻസിയിൽ നോർമലായിട്ട് പോകുന്നവർക്ക് പെട്ടെന്ന് ശരീരത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കാരണമാണ് കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുന്നേ ഡെലിവറി നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്